പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാം എല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാം എല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ കാമിനി രൂപിണി കാമിനി രൂപിണി ശീലമതി എപ്പോഴും എന്നേക്കും പുസ്തകങ്ങളാവി ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനെ മേലാകാരംഭത്തിൽ അങ്ങ് മനുഷ്യ പുരുഷന സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞാൻ നിന്നെ പറയുന്നു. മനുഷ്യനാഗ്രഹിക്കുന്നല്ല അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും. എന്നാലേ ഇതുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവായി സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ജിതിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിഞ്ചായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കന്നകളും കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കവൽക്കാരനായ മറിയസ് പിതാവേ, ദേവപിതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമാക്കിയിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലകന്മാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളമേ. ശ്രദ്ധിനാഥ എന്നേക്കും. You're so beautiful, divine. Everything about you so fine. And with a love like yours, there is no pain in this world that I can endure. So
I feel alone, I put on a favorite song, and like the music and words, we merge into one and play on and on. Love so beautiful, unconditional, can't find the words to explain. This is our song and our song says it all. This is our song. This is the song we'll remember forever and ever. It means to you what it means to me. So from this moment on, we know when my skies are gray, make them clear again. When I'm weak, you are strong. I need to hear the sound, you need to hear the words. This is how it all began. This is our song. This is the song we'll remember forever and ever. It means to you what it means to me. So from this moment on, we know this is our song. This is the song we'll remember forever and ever. It means to you what it means to me. So from this moment on, this is our song. This is our song. So forever and ever. But just so you know, we both know this is our song. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. നാഥനെ വരനായ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം വളരെ വലിയ ദൈവികമായ ഇടപെടലിന് ഈ അൽത്താര സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജിജിനും ഡിൻസി വിവാഹം എന്ന ഉദാസ വഴി ദൈവത്താൽ ഒന്നിപ്പിക്കപ്പെടുന്ന ഏറ്റവും സുന്ദരമായ ഈ ദിനം, ഈ ദിനത്തിലേക്ക് ഏറെ പ്രത്യേകമായിട്ട് ഡിൻസിയെയും ഡിൻസിയുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും
ജിതിൻ്റെ സ്വന്തം ഇടവകയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് ജിതിൻ്റെ പേരിലും ജിതിൻ്റെ മാതാപിതാക്കന്മാരുടെ പേരിലും ഇടവക കുടുംബത്തിൻ്റെ പേരിലും ഏറെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശിക്ഷിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമ്മുടെ സമാധാനം നമ്മളുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ജിതിനെയും ഡിലിസിയെയും വിളിച്ചു വരുന്നു. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശ യോഗ്യതയോട് പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എൻ്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങൾ രക്ഷകനും മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൻ സന്ദർശിക്കും. തോടികളായ കന്യകമാർ അവളെ അനുഗ്രഹിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിന് വിളഞ്ഞെടുക്കുന്ന മുന്തിരി വഴിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സാഹിത്യ മുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനും മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക.
സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ നൽകിയിട്ടുള്ളതുമെന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ ലഭിക്കുന്നവർ അന്ധകാരം അടക്കുകയില്ല എന്ന അടിച്ചത് വിശുദ്ധം നമുക്ക് മാർഗ ദീപമായി. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് പ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് സുവിശേഷം സ്നേഹിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 ഉൾപ്പെടെ എഴുതരുത്. 3-ാം ദിവസം ഗലീലയിലായ ഒരു വിവാഹവിധി നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിശുമാരും വിരുന്നിന്
ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്ന പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വാക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളകുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴെ തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുള്ളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വൈദികരെ, പ്രിയപ്പെട്ട ഡെയ്സി, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നില്ല. ഞാൻ പടകരയിൽ ആദ്യമായിട്ട് കല്യാണം ആസ്വദിച്ചത് 10 കൊല്ലം മുമ്പ്. എൻ്റെ ആദ്യ അച്ഛൻ്റെ കല്യാണം. അതിനെക്കുറിച്ച് ഒരു വിവാഹോദാശയുടെ പരികരണം ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നടത്തുന്നത് ഇഷ്ടപ്പെടാറ്. നേരത്തെ പള്ളിയിൽ ചെന്നു, ടെക്സ്റ്റൊക്കെ എടുത്തൊക്കെ വായിച്ചിട്ട് നോക്കി, ചെയ്യേണ്ട കാര്യങ്ങളും വീണ്ടും ചെയ്തത് നോക്കി. ഞാനിങ്ങനെ സംഗീതത്തിന് പുറത്തു നിൽക്കുന്ന സമയത്ത് ഒരു കാറ് അതേപോലെ ഓടി ഇറങ്ങിപ്പോയി വികാസ് വെള്ളമെടുത്തുകൊണ്ട് കാറിലേക്ക് തിരിച്ചു പോയി. എനിക്ക് മനസ്സിലായി എന്നേക്കാൾ ടെൻഷനുള്ള ആരോ കാരണത്തുള്ളത്. അത് പെൺകുട്ടിയായിരുന്നു. അതിന് ഞാൻ ശ്രദ്ധിക്കും, വിവാഹത്തിന് സമർപ്പണവസ്തുക്കളുമായി ചെറുക്കനും പെണ്ണും കയറിയിട്ടുള്ള ഭാവങ്ങൾ. ചിലവര് ടെൻഷൻ അടിച്ച് ആകെ അന്താലിച്ച് ഉയർത്തി വെളുത്ത് കയറി വരുന്നതാണ്. ചിലവര് ഞങ്ങളിൽ നിന്നും മറിഞ്ഞ ഭാവമേക്കുന്ന മറ്റിൽ ഏതോ ലോകത്തുള്ള പോലെ കയറി വരികയാണ്. ചിലവര് ചെറിയൊരു ബുദ്ധിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി പൂർണ്ണപൂജ്യത്തോടെ എന്ന ഭാവത്തോടെ കയറി വരികയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതം നന്നായി ചിരിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്ന ഉദാശ, പങ്കെടുക്കാൻ പോകുന്ന തിരികെ പ്രാധാന്യം, അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള ബോധ്യം അത് മുഖത്ത് വിളിച്ചറിയിച്ചിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ കുടുംബാംഗമായ സച്ചിനുണ്ട്, ജിതിന്റെ കളിക്കൂട്ടുകാരനായ പ്രിയപ്പെട്ട ചോരച്ചനുണ്ട്, വികാരിയച്ചനുണ്ട്, ഇവിടെ ചേർന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ആശംസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജിതിന്റെ പക്ഷം ചേർന്ന് നിന്നോടാണ് എനിക്ക് 3 കാര്യം പറയണം. കുഴപ്പമില്ലല്ലോ. ഒന്നാമത്തേത്, ഞങ്ങളുടെ ജിതിനെ നന്നായിട്ട് സ്നേഹിക്കണം. രണ്ടാമത്തേത്, ഞങ്ങളുടെ ജിതിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത്, ഞങ്ങളുടെ ജിതിനെ നന്നായി സഹിക്കുകയും കുഴപ്പമില്ല. ജിതിനെ ഇതിനകത്ത് പക്ഷപാതമില്ല. ഞാൻ ഡിൻസിയുടെ കൂടെ ചേർന്ന് നിന്നോട് പറയാനുള്ളത് 3 കാര്യം തന്നെയാണ്. ഡിൻസിയെ നന്നായി സ്നേഹിക്കണം, ഡിൻസിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം, ഡിൻസിയെ നന്നായി സഹിക്കുകയും വേണം. സാധാരണ സ്നേഹിക്കുന്നു പറയുമ്പോൾ തലയാട്ടി കാണിക്കും, പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ചിരിച്ച് കാണിക്കും, സഹിക്കുന്നു പറയുമ്പോൾ കണ്ണുകെട്ടി കാണിക്കും. അതാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന, സ്വന്തമായി നൽകിയിരിക്കുന്ന ഏറ്റവും അധികം സ്നേഹം പങ്കുവയ്ക്കാനുള്ള വ്യക്തി ആരെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ജിതിന് ഇന്ന് മുതൽ ഡിൻസിയും, ഡിൻസിക്ക് ഇന്ന് മുതൽ ജിതിനും.
എത്ര സ്നേഹിക്കണം എന്നൊരു അതിർത്തി ചോദിച്ചാൽ, ഒരു പരിധി ചോദിച്ചാൽ ഇതിനകത്ത് ആ പരിധി ഇല്ല. പരിധിയില്ലാതെ ഏതറ്റത്തോളം സ്നേഹിക്കാമോ അത്രത്തോളം. അതാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരസ്പരം നിറയ്ക്കേണ്ട കണക്ക്. രണ്ടാമത്തേത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇതുവരെ ജിവിൻ പ്രാർത്ഥിച്ചിരുന്നത് ജിവിന്റെ പഠനത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, സഹോദരനെ കുറിച്ച്, കുടുംബാംഗങ്ങളെ കുറിച്ച് ഒക്കെയായിരുന്നു ജിവിന്റെ പ്രാർത്ഥന വിഷയം. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ ലേഖനഭാഗത്ത് വിവാഹത്തെ ഉദാഹരിക്കുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമായിട്ടാണ്. അതിന് ഉദാഹരണം ചേർന്നിരിക്കുക ഒരു ശരീരം അതിന് ശിരസിനോടുള്ള ബന്ധം പോലെ അറ്റുപോയാൽ, മുറിഞ്ഞു പോയാൽ, വേർപെട്ടു പോയാൽ ജീവനില്ലാതാകുന്ന അവസ്ഥ. അതുപോലെയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണെങ്കിൽ ജീവനുണ്ട്, ഒരുമിച്ചല്ലാണെങ്കിൽ അത് ഏത് തരത്തിലാണെങ്കിലും അവർക്കിടയിൽ വിഭിന്നത വന്നാൽ, വേർപെടുത്തൽ വന്നാൽ അത് ജീവനില്ലാത്ത അവസ്ഥയായി മാറുന്നത്. നിങ്ങൾക്ക് ഈ ദിവസം എല്ലാ ഭാവങ്ങളും മംഗളങ്ങളും നേരുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ആഗ്രഹിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധമായ കൂട്ടുപിടിച്ച് ഏറ്റവും സുന്ദരമായി ആരംഭിക്കാൻ, ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വിശ്വാസത്തിൻ്റെ എല്ലാ വൈദികരുടെയും, നിങ്ങളുടെ സഹോദരങ്ങളെയും, മാതാപിതാക്കളെയും, കൂട്ടുകാരുടെയും, കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയെ സഹായിച്ച് ആശ്രയിച്ചും ദിവ്യശാന്തി അനുഭവിച്ചും പ്രാർത്ഥനകളും നിർദ്ദരായി ജീവിക്കുവാൻ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാരെ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നത് അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുന്നത്. അങ്ങയുടെ വാക്കാന് വിദ്യാലയങ്ങളിലെ സാധരാക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹിതർ പുനർവർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ഈ കർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ബോധമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ജിതനെയും വീഴ്ചയെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരിഗണിച്ചിരിക്കുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ പ്രഭാവം സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ജിതിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തിലൂടെ ബിൻസി നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ബിൻസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടുകൂടി ജിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്ത് കരുതി ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുരുഷന്മാരുടെ തിരുസഭയെ വധുവായി സ്വീകരിച്ചു കിടക്കാതെ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും അങ്ങ് ഇഷ്ടമനുസരിച്ച് പരിസരമായി ജീവിക്കാനും ഇതിന് മുദ്രമല്ലെങ്കിൽ ഇതുവരെ
വിശ്വസ്തരെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തരെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവനായ കർത്താവേ, ഈ മാത്രയോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും വളർന്ന നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശ്വസിക്കുകയും വാർത്തയിക്കുന്നതിനും നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Oh
ഇഷ്ടകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനങ്ങളോടുകൂടെ അങ്ങയുടെ മകനായ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. നമ്മുടെ ക്രിസ്ത്യാനികാമയത്തിന്റെയും തിരുവനന്തപുരനായ മാറിയോസ് പിതാവിന്റെയും മധ്യസ്ഥവും ഇവിടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവവിശുദ്ധരെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹം നിർമ്മദാസിയായ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാസനങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമുള്ളവരെ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളുടെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചെല്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു
யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிதோ என் செல்ல குட்டியே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் என்று உன்னை கட்டி அழைக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க என் செல்ல குட்டியே கண்ணின் மணியே கண்களில் மௌனம் வார்த்தையின் தாபம் தேவைய கண்ணே இந்த கோபம் மூச்சினில் வேகம் பேச்சினில் பாரம் தாங்குமா கண்ணே நானும் பாவம் என் காதலை நீயும் தீண்டாமல் தீண்டி விட்டாய் நானும் லாக்டவுன் ஆனேனே நீ அழுதா அந்த மேகங்கள் கீழே வரும் உன் கண்கள் துடைக்கும் For the very first time, Jidin and Dinsi as husband and wife. Congratulations, both of you. So, let me introduce both of them to you. Jidin is working as project engineer at Kuwait, and the bride Dinsi is a nurse
And I'm happy to announce that she was a rank holder in her BSc Nursing. 2 ഹൃദയങ്ങൾ ഒന്നു ചേരുമ്പോൾ 2 കുടുംബങ്ങളും ഒന്നാകുന്നു. 2 പേരുടെയും കുടുംബങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ജിതിൻ ചേട്ടനും ടിൻസി ചേച്ചിയും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇത്ര സന്തോഷമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഒരു കാരണം ഇവരുടെ ഈ പാരൻസിൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും പിന്നെ ഇവരുടെ സിബ്ലിങ്സ് പിന്നെ കൊളീഗ്സ് എല്ലാവരുമാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇവരെ അറിയായിരിക്കും, പക്ഷെ നമ്മൾ ഒഫീഷ്യലി ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജിതിൻ ചേട്ടൻ്റെ പപ്പ അങ്കിള് എബ്രോഡായിരുന്നു, ഇപ്പോൾ ഇവിടെ നാട്ടിലാണ്. അമ്മ ഒരു നല്ല കുടുംബിനിയാണ്. പിന്നെ ഉള്ളത് ഒരു സഹോദരൻ, നമുക്കറിയാം ആളൊരു വൈദിക വർഷ വിദ്യാർത്ഥിനിയാണ്. കമ്മിങ് ടു ബ്രൈഡ്സ് ഫാമിലി, ഡിൻസി ചേച്ചിയുടെ ഫാമിലി, അങ്കിളുണ്ട്, അങ്കിള് CL തോമസ്, ആൻഡ് ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ പേര് ഡേസി തോമസ്. പിന്നെ ഉള്ളത് ഒരു സിസ്റ്ററാണ്, ഡോക്ടർ ഡിക്സി ആൻഡ് ബ്രദർ ഇൻ ലോ ഡോക്ടർ അജയ് കുര്യാക്കോസ്, ആൻഡ് അവർക്ക് ഒരു കുഞ്ഞുവാവ. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൊളി മിഴിന ചിമ്മി തൊഴുതുണരാൻ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നീ കരളായി പോന്നോള് കനവില് വന്നോള് നീ കരളായി പോന്നോള് പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള് ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്
അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു വന്നെൻ ചാരത്ത് തൊട്ടുരുമ്മാനുള്ളവളാ ആരുമാരും കാണാതെ അന്നാദ്യം മുത്തം തന്നവള് ആരുമില്ല കാലത്തും എൻ താങ്ങിനായി വേണ്ടവള് പള്ളിമേട പോലെ എന്നും ഉള്ളമുള്ളോള് പ്രാണനായി എന്നും എന്നിൽ വാണിടുന്നോള് അനുഗ്രഹം വേണം കുഞ്ഞാള അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം കുഞ്ഞാള நகவர சொல் முகவரி உன்னுடன் வர ஏன் அனுமதி தீராத நேரம் உன் கூட போதும் மாயாத நாள் மட்டும் நாம் வாழ வேணும் மாறாத ஆசை ஓயாமல் தோணும் நாள் நேரம் பாராமல் தோள் சாய வேணும் என் கூட நீ வந்தா இன்பம் என்பேனா ஆடிப்போ சூழ்ந்திடும் அன்பிலான வீடிது ஒரு உயிர் போலவே நாங்கள் வாழும் கூடிது ஆழிப்போல் சூழ்ந்திடும் அன்பிலான வீடிது ஓருயிர் போலவே நாங்கள் வாழும் கூடிது தூரத்து வானத்து மழை போல சந்தோஷம் என்றும் எங்கள் வீட்டுக்குள் கொட்டும் கள்ளங்கள் இல்லாத பாசங்கள் கொண்டிங்கு காற்றும் இங்கே தாலாட்டு மீட்டும் தேவைகள் வேறில்லை நாங்களும் வாழ்ந்திட அன்பில் வாழ்கிறோம் இன்பம் கூடிட நான் சாயலி என்
जो तेरे संग लगी प्रीत मोहे रू बार बार तेरा नाम ले के रब से मांगी यही दुआ तू हाथों की लकीरें थाम ले चुप है बातें दिल कैसे बयां मैं करूं तू ही कह दे वो जो बात मैं कह ना सकूं के संग तेरे पानियों सा बहता रहूं तू सुनती रहे मैं कहानियां सी कहता रहूं के संग तेरे बादलों सा उड़ता रहूं तेरे एक इशारे पे तेरी ओर मुड़ता रहूं अब दूर न जाने दूं के संग तेरे पानियों सा बहता रहूं तू सुनती रहे मैं कहानियां सी कहता रहूं के संग तेरे बादलों सा उड़ता रहूं तेरे एक इशारे पे तेरी ओर मुड़ता रहूं
വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല നിന്നിൽ വിരലാൽ ഈ തന്തികളെ നീ വന്നു പുൽകിടുമോ ആയിരം ജന്മമായി ഞാനിരുന്നില്ലയോ ഏകാകിയായി നിന്നോർമകളിൽ നീ വരും നേരമായി നെഞ്ചിലെ കാന്തമാം പാദസ്വനങ്ങൾ കേട്ടു ഞാൻ വേനൽ മാറിയിൽ ഓരോ ചില്ലകൾ നീളെ വീശിപ്പൂവലാ അതിലാകെ മൂടി താഴ്വരാ നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല ഈ പുഞ്ചിരിയിൽ ഈ കൺമുനയിൽ അലയുന്ന ഹിമബിന്ദു ഞാൻ നീളുമീ പാതയിൽ നിന്നെയും കാത്തു ഞാൻ കാതോർത്തു നിന്നു എൻ പ്രിയനേ എൻ നിശാവാനമീ പൂനിലാത്തുണ്ടിനാൽ പാലാഴിയായെന്നോമനെ நீலாகாகிறது நேரம் தேகிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும் தென்றல் போகின்றது சோலை சிரிக்கின்றது யாரும் சுகிக்கவில்லையே இந்த கைகள் மட்டும் உன்னை தீண்டும் காற்று வீசும் வெயில் காலம் காய் அதில் மாற்றம் ஏதுமில்லையே ஆவானம் மண்ணும் நம்மை
ஆகிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும் தென்றல் போகின்றது சோலை சீரி